4/5/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിശ്ചയബുദ്ധിയായി ബാബയുടെ ഓരോ ആജ്ഞയനുസരിച്ചും നടന്നുകൊണ്ടിരിക്കൂ. ആജ്ഞയനുസരിച്ച് നടക്കുന്നതിലൂടെയാണ് ശ്രേഷ്ഠമാകുന്നത്. ചോദ്യം: ഏത് കുട്ടികളെയാണ് സത്യമായ ഈശ്വരീയ സേവകർ എന്ന് പറയുന്നത്? ഉത്തർ: ആരാണോ രാജപദം നേടാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നത്, മറ്റുള്ളവരെയും തനിക്ക് സമാനം ആക്കുന്നത്, ഇങ്ങനെയുള്ള ഈശ്വരീയ സേവനത്തിൽ മുഴുകുന്ന കുട്ടികളാണ് സത്യമായ ഈശ്വരീയ സേവകർ. അവരെ കണ്ട് മറ്റുള്ളവരും സഹയോഗിയാകുന്നു. ഓം ശാന്തി. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാവരോടും പറയണം, ശിവബാബയെ ഓർമ്മിക്കൂ. ശിവബാബ ഉണ്ട് എന്നത് നിങ്ങൾക്കറിയാം. ആ ഒന്നിൻ്റെ ക്ഷേത്രത്തിലും പോകുന്നു. എന്നാൽ കുട്ടികളായ നിങ്ങളല്ലാതെ ശിവബാബ ആരാണ് എന്നറിയുന്നില്ല. അതിനാൽ ശിവബാബയുടെ ഓർമ്മ വരുത്തണം. ഇവിടെ ഇരിക്കുമ്പോൾ പലരുടെയും ബുദ്ധിയോഗം പലയിടത്തും അലഞ്ഞുകൊണ്ടിരിക്കും. അതിനാൽ നിങ്ങളുടെ കടമയാണ് ഓർമ്മ വരുത്തുക. സഹോദരി സഹോദരന്മാരെ, ബാബയെ ഓർമ്മിക്കൂ. ആ ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇപ്പോൾ സത്യമായ സഹോദരി സഹോദരനാണ്. അവരാണെങ്കിൽ കേവലം മെയിൽ ഫീമെയിൽ ആയത് കാരണം സഹോദരി സഹോദരൻ എന്ന് പറയുന്നു. ലെക്ചേഴ്സിലും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്ന് പറയും. അത് ശരീരത്തിൻ്റെ ബന്ധത്തിലുള്ള സഹോദരി സഹോദരനാണ്. ഇവിടെ ആ കാര്യമല്ല. ഇവിടെയാണെങ്കിൽ ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, തൻ്റെ രചയിതാവായ ബാബയെ ഓർമ്മിക്കൂ. അതിലൂടെ സമ്പത്ത് ലഭിക്കേണ്ടതുണ്ട്. വ്യത്യാസമുണ്ടല്ലോ. സഹോദരി സഹോദരൻ എന്ന വാക്ക് കോമൺ ആണ്. ഇവിടെ ബാബ കുട്ടികളോട് പറയുന്നു, പിതാവായ എന്നെ ഓർമ്മിക്കൂ. ആ ശിവ് ബാബയാണ് ആത്മീയ പിതാവ്. പ്രജാപിത ബ്രഹ്മാവാണ് ശാരീരിക പിതാവ്. അപ്പോൾ ബാബ് ദാദ രണ്ടുപേരും പറയുന്നു, കുട്ടികളെ, ബാബയെ ഓർമ്മിക്കൂ. മറ്റെവിടെയും ബുദ്ധിയോഗം പോകരുത്. ബുദ്ധി വളരെയധികം അലയുന്നു. ഭക്തിമാർഗത്തിലും ഇങ്ങനെ ഉണ്ടാകുന്നു. കൃഷ്ണന്റെ മുന്നിലോ ഏതെങ്കിലും ദേവതയുടെ മുന്നിലോ ഇരിക്കുന്നു, മാല തിരിക്കുന്നു. ബുദ്ധി എവിടേക്കോ ഓടിക്കൊണ്ടിരിക്കുന്നു. ദേവതമാർ ആരാണ്? അവർക്ക് ഈ രാജപദം എങ്ങനെ ലഭിച്ചു, എപ്പോൾ ലഭിച്ചു, ഇതാർക്കും അറിയില്ല. ഗുരു നാനാക്കാണ് സിഖ് ധർമ്മം സ്ഥാപിച്ചത് എന്ന് സിഖുകാർക്കറിയാം. പിന്നെ അവരുടെ ഗുരുവായി തുടർന്നു വരുന്നത് പേരക്കുട്ടികളാണ്. അവർ പുനർജന്മത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ ആരും തന്നെ അറിയുന്നില്ല. സദാ ഗുരു നാനാക്കിനെ ഓർമ്മിക്കുകയോ ഒന്നുമില്ല. ശരി, ഗുരു നാനാക്കിനെയോ ബുദ്ധനെയോ അല്ലെങ്കിൽ തൻ്റെ ധർമ്മസ്ഥാപകനെയോ ആരെങ്കിലും ഓർമ്മിക്കുന്നു എന്ന് വിചാരിക്കൂ. എന്നാൽ ഇപ്പോൾ അവർ എവിടെയാണ് എന്നത് ആർക്കും തന്നെ അറിയില്ല. അവരാണെങ്കിൽ പറയുന്നു, ജ്യോതി ജ്യോതിയിൽ ലയിച്ചു, വാണിക്കുപരി പോയി. അല്ലെങ്കിൽ പറയും, കൃഷ്ണൻ എല്ലായിടത്തുമുണ്ട്. എവിടെ നോക്കിയാലും കൃഷ്ണൻ തന്നെ കൃഷ്ണനാണ്, രാധ തന്നെ രാധയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ഭാരതവാസിയായ നിങ്ങൾ ദേവതയായിരുന്നു. നിങ്ങളുടെ രൂപം മനുഷ്യൻ്റെയും സ്വഭാവം ദേവതയുടെയും ആയിരുന്നു. ദേവതമാരുടെയും ചിത്രമുണ്ടല്ലോ. ചിത്രമില്ലായിരുന്നുവെങ്കിൽ ഇത് മനസ്സിലാക്കുമായിരുന്നില്ല. രാധാകൃഷ്ണനുമായി പിന്നെ ലക്ഷ്മി നാരായണന് എന്ത് ബന്ധമാണുള്ളത്? അത് ബാബ തന്നെ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഇത് നിരാകാരനായ ബാബ നമുക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. വാസ്തവത്തിൽ എല്ലാവരും നിരാകാരമാണ്. ആത്മാവ് നിരാകാരമാണ്. പിന്നെ ഈ സാകാരത്തിലൂടെ സംസാരിക്കുന്നു. നിരാകാരത്തിന് സംസാരിക്കുവാൻ സാധിക്കില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. നമ്മുടെ ബാബ തന്നെയാണ് നിങ്ങളുടെയും ബാബ. ശിവ് ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്.
ശാന്തിയുടെ സാഗരമാണ്, പരിധിയില്ലാത്ത പിതാവാണ്. ആ ഒന്നിനും ശരീരം ആവശ്യമാണല്ലോ. സ്വയം പറയുകയാണ്, ഞാൻ ഈ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വരുന്നു. അപ്പോഴാണ് ഈ ബ്രാഹ്മണ ധർമ്മത്തിൻ്റെ സ്ഥാപനയുണ്ടാകുന്നത്. ബ്രഹ്മാവിലൂടെ രചന നടക്കുന്നത് തന്നെ ബ്രാഹ്മണരുടേതാണ്. ബാബ ബ്രാഹ്മണരായ കുട്ടികളെ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. മറ്റാരെയെങ്കിലും അല്ല മനസ്സിലാക്കിക്കുന്നത്, കുട്ടികളെ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. നമ്മൾ ശിവ് ബാബയുടെ കുട്ടികൾ ആയതിനാൽ ഭഗവാനാണ് എന്നൊന്നുമല്ല, അങ്ങനെയല്ല. പിതാവ് പിതാവാണ്, കുട്ടികൾ കുട്ടികളാണ്. പിന്നെ എപ്പോഴാണോ കുട്ടി വലുതാകുന്നത്, പിതാവാകുന്നത്, കുട്ടികളെ ജനിപ്പിക്കുന്നത്, അപ്പോൾ പിതാവ് എന്ന് പറയും. ഈ ഒന്നിനാണെങ്കിൽ അനേകം കുട്ടികളുണ്ടല്ലോ. കുട്ടികളെ തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ആരാണോ നിശ്ചയ ബുദ്ധി, ആ നിശ്ചയ ബുദ്ധികൾ ബാബയുടെ ആജ്ഞയനുസരിച്ച് നടക്കും. കാരണം ശ്രീമത്തിലൂടെ തന്നെയാണ് ശ്രേഷ്ഠമാകുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ആ ദേവതമാരെ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. ജന്മജന്മാന്തരങ്ങളിൽ നമ്മൾ ദേവതമാരുടെ മഹിമ പാടി വന്നു. ഇപ്പോൾ നമുക്ക് ശ്രീമത്ത് അനുസരിച്ച് ഇങ്ങനെയാകണം. രാജധാനി സ്ഥാപിതമാകുന്നു. എല്ലാവരും പൂർണ്ണ രീതിയിൽ ശ്രീമത്ത് അനുസരിച്ച് നടക്കുകയില്ല, നമ്പർ വൈസ് ആയിട്ടായിരിക്കും നടക്കുക. കാരണം വളരെ വലിയ രാജധാനിയാണ്. രാജധാനിയിൽ പ്രജ, വേലക്കാർ, ദാസന്മാർ, ചണ്ടാളൻ തുടങ്ങി എല്ലാം ആവശ്യമാണ്. അങ്ങനെയുള്ള പെരുമാറ്റമുള്ളവർക്കും അവർ ചണ്ടാളൻ്റെ ഫാമിലിയിലേക്ക് പോകും എന്ന സാക്ഷാത്കാരമുണ്ടാകും. ചണ്ടാളനും ഒരാളായിരിക്കില്ല, അയാൾക്കും ഫാമിലി ഉണ്ടാകും. ചണ്ടാളന്മാരുടെയും യൂണിയൻ ഉണ്ട്. എല്ലാവരും പരസ്പരം ഒത്തുചേരുന്നു. സ്ട്രൈക്കും മറ്റും ചെയ്യുകയാണെങ്കിൽ എല്ലാ ജോലിയും ഉപേക്ഷിച്ച് കളയും. സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. നിങ്ങളുടെ ഒരു ചിത്രവുമുണ്ട്. അതിൽ നിങ്ങൾ ചോദിക്കുന്നു, എന്താകാൻ ആഗ്രഹിക്കുന്നു? ബാരിസ്റ്റർ ആകുമോ, ദേവതയാകുമോ? നിങ്ങളുടെ മുഴുവൻ രാജധാനിയും സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. നിസ്സാരമല്ല. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത കാര്യങ്ങളിരുന്ന് മനസ്സിലാക്കിക്കുന്നു. ഇത് ബുദ്ധിയിൽ ഇരിക്കേണ്ടതാണ്. നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന പദവി നേടും. ശ്രീമത്തനുസരിച്ച് നമ്മൾ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ രാജപദം നേടും. പിന്നെ മറ്റുള്ളവരെയും എപ്പോഴാണോ തനിക്ക് സമാനമാക്കുന്നത്, അപ്പോൾ ഈശ്വരീയ സേവകർ എന്ന് പറയും. ആരുടെയും ഒന്നും മറഞ്ഞിരിക്കില്ല. മുന്നോട്ട് പോകവേ എല്ലാം അറിയാൻ കഴിയും. ഇതിനെ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ പ്രകാശം എന്ന് പറയുന്നത്. പ്രകാശം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് ഒന്നും തന്നെ അറിയാൻ കഴിയുന്നില്ല. ബോംബുകളും മറ്റും ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു വസ്തു സൂക്ഷിച്ച് വയ്ക്കുന്നതിനല്ല ഉണ്ടാക്കപ്പെടുന്നത്. ആദ്യം വാൾ കൊണ്ട് യുദ്ധം നടക്കുന്നു. പിന്നെ തോക്കുണ്ടാക്കി കാര്യത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കാനല്ല. ഇതിലൂടെ മൃത്യുവുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. ട്രയൽ നടത്തിയല്ലോ. ഹിരോഷിമയിൽ ഒരു ബോംബിലൂടെ എത്ര പേർ മരിച്ചിരുന്നു? അതിനുശേഷം നോക്കൂ. പിന്നെ എത്ര ഉന്നതി ചെയ്തു, എത്ര അനേകം കെട്ടിടങ്ങളുണ്ടാക്കി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കും വിധത്തിലുള്ള വിനാശമായിരിക്കില്ല ഉണ്ടാകുന്നത്. ഹോസ്പിറ്റലും മറ്റുമൊന്നും ഉണ്ടായിരിക്കില്ല. എർത്ത്ക്വേക്കും മറ്റും ഒരുമിച്ചുണ്ടാകും. പ്രകൃതി ശക്തിയുടെ ആപത്തുകളെ ആർക്കും തടയുവാൻ സാധിക്കില്ല. ഇതെല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ് എന്ന് പറയുന്നുമുണ്ട്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു, വിനാശം സംഭവിക്കുക തന്നെ വേണം. വരൾച്ച ഉണ്ടാകും, ജലം ലഭിക്കുകയില്ല. അതും നിങ്ങൾക്കറിയാം. പുതിയ കാര്യമൊന്നുമല്ല. കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെ സംഭവിച്ചിരുന്നു. കൽപ്പത്തിൻ്റെ ജ്ഞാനം ആരിലുമില്ല. ക്രൈസ്റ്റിന് 3000 വർഷം മുമ്പ് പാരഡൈസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുമുണ്ട്.
പിന്നെ ശാസ്ത്രങ്ങളിൽ കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്നെഴുതിയിരിക്കുന്നു. ആരുടെയും അറ്റൻഷൻ പോകുന്നില്ല. കേട്ടിട്ട് പിന്നെ സ്വന്തം തൊഴിലിൽ മുഴുകി പോകുന്നു. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ വേഗം വേഗം പുരുഷാർത്ഥം ചെയ്യൂ, ഓർമ്മയിലിരിക്കൂ. അപ്പോൾ മാലിന്യം മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇവിടെ തന്നെയാണ് സദോ പ്രധാനം ആകേണ്ടത്. ഇല്ലെങ്കിൽ ശിക്ഷകൾ അനുഭവിച്ച് പിന്നെ തങ്ങളുടെ ധർമ്മത്തിലേക്ക് പോകും. ഭഗവാന്റെ ശ്രീമത് ലഭിക്കുന്നു. ശ്രീകൃഷ്ണനാണെങ്കിൽ രാജകുമാരനാണ്. കൃഷ്ണൻ ആർക്ക് എന്ത് മതം നൽകാനാണ്? ഈ കാര്യങ്ങൾ ലോകത്തിൽ ആരും അറിയുന്നില്ല. സ്നേഹത്തോടെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ശിവ് ബാബയെ ഓർമ്മിക്കൂ. ശിവ് ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ആ ഒന്ന് മംഗളകാരിയാണ്. മറ്റെല്ലാ കൂട്ടുകെട്ടും ഉപേക്ഷിച്ച് ഒന്നുമായി കൂട്ടുകെട്ട് ചേർക്കണം. നിങ്ങൾ ഭാരതത്തിൻ്റെ തോണിയെ മറുതീരത്ത് എത്തിക്കുന്നവരാണ്. സത്യനാരായണൻ്റെ കഥയും ഭാരതവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മറ്റു ധർമ്മത്തിലുള്ളവർ ഒരിക്കലും സത്യനാരായണൻ്റെ കഥ കേൾക്കില്ല. ആരാണോ നരനിൽ നിന്നും നാരായണൻ ആകാൻ പോകുന്നവർ, ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലേതായിരിക്കുന്നവർ, അവരാണ് ഇത് കേൾക്കുന്നത്. അവർ തന്നെയാണ് അമര കഥ കേൾക്കുന്നത്. അമര ലോകത്തിൽ ദേവി ദേവതയായിരുന്നു. അപ്പോൾ തീർച്ചയായും അമര ലോകത്തിൽ അമര കഥയിലൂടെ ആയിരിക്കും ഈ പദവി നേടിയിട്ടുണ്ടാവുക. ഓരോരോ കാര്യവും ഓർമ്മിക്കാൻ യോഗ്യമാണ്. ഒരു കാര്യമെങ്കിലും ബുദ്ധിയിൽ നല്ല രീതിയിൽ ഇരുന്നുവെങ്കിൽ എല്ലാം വന്നു ചേരും. ബാബയെ ഓർമ്മിക്കണം. സ്വദർശന ചക്രം ശ്രദ്ധയിൽ വയ്ക്കണം. ശിവ് ബാബയോടൊപ്പം ഇവിടെ പാട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോകേണ്ടതുണ്ട്. ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത് സത്യം എന്താണ്, അസത്യം എന്താണ്. സത്യം ഒന്നാണ്, ബാക്കിയെല്ലാം അസത്യമാണ്. ലങ്കയിൽ രാവണൻ ഉണ്ടായിരുന്നു എന്നത് ഒരാളുടെ കാര്യമായിരുന്നു. സത്യത്രേതായുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യമേ ഇല്ല. ഈ മുഴുവൻ മനുഷ്യരുടെയും ലോകം ലങ്കയാണ്. ഇത് തന്നെയാണ് രാവണ രാജ്യം. എല്ലാ സീതമാരും ഒരു രാമനെ ഓർമ്മിക്കുന്നു. അഥവാ എല്ലാ ഭക്തരും സജിനിമാരും ഒരു ഭഗവാനെ അഥവാ പ്രിയതമനെ ഓർമ്മിക്കുന്നു. കാരണം രാവണ രാജ്യമാണ്. സന്യാസിമാർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. എല്ലാവരും ദുഃഖിതരാണ്, ശോകവാടികയിലാണ്. ശോകവാടികയാണ് കലിയുഗം, അശോകവാടികയാണ് സത്യയുഗം. ഇവിടെയാണെങ്കിൽ ഓരോ ചുവടിലും ശോകമാണ്, ദുഃഖമാണ്. നിങ്ങളെ ബാബ അശോക സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെയാണെങ്കിൽ മനുഷ്യർ എത്ര ദുഃഖിക്കുന്നു. ആരെങ്കിലും മരിച്ചു പോവുകയാണെങ്കിൽ മനോരോഗിയെ പോലെ ആയി പോകുന്നു. സ്വർഗത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സ്ത്രീ വിധവ ആകും വിധത്തിൽ അകാല മൃത്യു ഒരിക്കലും സംഭവിക്കുന്നില്ല. അവിടെയാണെങ്കിൽ സമയമാകുമ്പോൾ ഒരു വസ്ത്രം ഉപേക്ഷിച്ച് മറ്റൊരെണ്ണം സ്വീകരിക്കുന്നു. മെയിലിൻ്റെയോ ഫീമെയിലിൻ്റെയോ സ്വീകരിക്കും. അപ്പോൾ ഈ സാക്ഷാത്കാരമുണ്ടാകും. പിന്നീട് എല്ലാം അറിയാൻ കഴിയും, ആരെല്ലാം എന്തായി മാറും എന്ന്. പിന്നെ ആ സമയത്ത് പറയും, ഇത്രയും സമയം നമ്മൾ പ്രയത്നിച്ചില്ല എന്ന്. പക്ഷേ ആ സമയം പറയുന്നതിലൂടെ എന്തുണ്ടാകും? സമയം കഴിഞ്ഞു പോയല്ലോ. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ പ്രയത്നിക്കൂ. സർവീസിൽ സത്യമായ റൈറ്റ് ഹാൻഡ് ആകൂ. അപ്പോൾ രാജപദത്തിൽ വരും. സർവീസിൽ മുഴുകിയിരിക്കൂ. കുടുംബങ്ങൾ സർവീസിൽ മുഴുകിയിരിക്കുന്നതിൻ്റെ ഉദാഹരണവുമുണ്ടല്ലോ. ഈ കുടുംബവും ഇങ്ങനെയുള്ള നല്ല കർമ്മം ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഈശ്വരീയ സർവീസിൽ മുഴുകിയിരിക്കുകയാണ് എന്ന് പറയും. അമ്മയും അച്ഛനും കുട്ടികളും. ഇത് നല്ലതാണല്ലോ. സേവനത്തിന് പിന്നാലെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കുട്ടികളായി നിങ്ങൾക്ക് വളരെയധികം ഉത്സാഹമുണ്ടായിരിക്കണം. എങ്ങനെ മനുഷ്യർക്ക് വഴി പറഞ്ഞു കൊടുക്കാം, അതിലൂടെ അവരുടെ ആത്മാവ് സന്തോഷിക്കട്ടെ. എത്ര പേർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു? ഇത് നിങ്ങൾ പ്രജയെ തയ്യാറാക്കിയതാണ്. വിത്ത് വിതച്ചല്ലോ.
ജന്മന ആരും രാജാവാകുന്നില്ല. ആദ്യം പ്രജയുടെ അധികാരിയാകുന്നു. പിന്നെ പുരുഷാർത്ഥം ചെയ്ത് എന്തിൽ നിന്നും എന്തായി മാറുവാൻ സാധിക്കുന്നു. നിങ്ങൾ സേവനത്തിലാണ് എന്ന് കാണുമ്പോൾ മറ്റുള്ളവർക്കും ഉന്മേഷമുണ്ടാകും. നമ്മളും എന്തുകൊണ്ട് ഇങ്ങനെ പുരുഷാർത്ഥം ചെയ്തുകൂടാ? ഇല്ലെങ്കിൽ പിന്നെ കൽപ്പകൽപ്പങ്ങളിൽ ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടാകും. വളരെ പേർ വരും, പശ്ചാത്തപിക്കും. ആ സമയത്തുള്ളതുപോലുള്ള ദുഃഖം മനുഷ്യർ മുഴുവൻ ആയുസ്സിലും ഒരിക്കലും കാണുന്നില്ല. ശ്രീമത്ത് അനുസരിച്ച് നടക്കാത്തത് കാരണം പിന്നീട് അങ്ങനെയുള്ള ദുഃഖം കാണും. കാര്യം ചോദിക്കുകയേ വേണ്ട. കാരണം അനേകം വികർമ്മം ചെയ്തിരിക്കുന്നു. ബാബ വഴിയും വളരെ സഹജമായത് പറഞ്ഞു തരുന്നു. കേവലം ബാബയെ ഓർമ്മിക്കണം. മറ്റുള്ളവർക്കും ഈ വഴി പറഞ്ഞു കൊടുക്കൂ. നിങ്ങൾ ദേവീ ദേവത ധർമ്മത്തിലേതായിരുന്നു. ക്രിസ്ത്യൻ ധർമ്മത്തിലെ മനുഷ്യരും ഇസ്ലാമി ധർമ്മത്തിലെ മനുഷ്യരുമുണ്ട്. അതേപോലെയാണ് ഇത്. ഇതാണ് ഏറ്റവും പവിത്രം. ഇതുപോലൊരു ധർമ്മം ഉണ്ടാവുക സാധ്യമല്ല. പകുതി കൽപ്പം നിങ്ങൾ പവിത്രമായിരിക്കുന്നു. സ്വർഗവും നരകവും എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ഹെവൻ എന്ന് എന്തിനാണ് പറയുന്നത്? ഇതും ആർക്കും അറിയില്ല. ബാബ ഭാരതത്തിൽ തന്നെയാണ് വന്ന് കുട്ടികളെ ഉണർത്തുന്നത്. 5000 വർഷത്തിൻ്റെ കാര്യമാണ്. ആരാണോ സ്വർഗവാസി ആയിരുന്നത് അവർ തന്നെ ഇപ്പോൾ നരകവാസി ആയിരിക്കുന്നു. പിന്നെ ബാബ വന്ന് പാവനമായ സ്വർഗവാസിയാക്കുന്നു. ഒരു പ്രിയതമൻ വന്ന് എല്ലാ പ്രിയതമകളെയും തൻ്റെ അശോകവാടികയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ആദ്യം എല്ലാവരോടും പറയണം, ബാബയെ ഓർമ്മിക്കൂ. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കുമ്പോഴും ബുദ്ധി എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭക്തി മാർഗത്തിലും ഇതേ അവസ്ഥ ഉണ്ടാകുന്നു. ബാബ അനുഭവിയാണല്ലോ. ഏറ്റവും നല്ല തൊഴിൽ രത്ന വ്യാപാരത്തിൻ്റെതാണ്. അതിലും സത്യമായതും അസത്യമായതും മനസ്സിലാക്കുന്നത് വളരെ പ്രയാസമാണ്. ഇവിടെയും സത്യം ഒളിഞ്ഞിരിക്കുന്നു. അസത്യം തന്നെ അസത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും ഡ്രാമയിലെ ആക്ടേഴ്സാണ്. ഇതിൽ നിന്നും ആർക്കും മാറുവാൻ സാധിക്കില്ല. ആർക്കും തന്നെ മോക്ഷം നേടുവാൻ സാധിക്കില്ല. വിവേകത്തോടെ കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. പാർട്ടിലൂടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അടുത്ത കൽപ്പത്തിൽ അതേ പാർട്ട് റിപ്പീറ്റ് ചെയ്യും. എങ്ങനെയാണ് മനുഷ്യർ മരിക്കുന്നത് എന്ന് നിങ്ങൾ കാണും. വിനാശം ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ ആത്മാക്കളും നിർവാണധാമത്തിലേക്ക് പോകും. ബുദ്ധിയിൽ ഈ ജ്ഞാനമുണ്ട്. സർവീസിൽ മുഴുകിയിരിക്കുന്നതിലൂടെ വളരെ പേരുടെ മംഗളമുണ്ടാകും. മുഴുവൻ പരിവാരവും ഈ ജ്ഞാനത്തിൽ മുഴുകുമെങ്കിൽ വളരെയധികം വണ്ടറുണ്ടാകും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അന്തിമത്തിലെ വേദനാജനകമായ സ്ക്രീനിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തമാകുന്നതിനായി ഇപ്പോൾ മുതൽ ബാബയുടെ ശ്രീമതനുസരിച്ച് നടക്കണം. തനിക്ക് സമ്മാനം ആക്കാനുള്ള സേവനം ശ്രീമതനുസരിച്ച് ചെയ്യണം. സർവീസിൽ ബാബയുടെ റൈറ്റ് ഹാൻഡ് ആകണം. ആത്മാവിനെ സന്തോഷിപ്പിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. സർവരുടെയും മംഗളം ചെയ്യണം. വരദാനം: സ്വയം തൻ്റെ സങ്കല്പങ്ങളുടെ ആശയക്കുഴപ്പത്തിൽ നിന്നും അഥവാ ശിക്ഷകളിൽ നിന്നും അതീതമായിരിക്കുന്ന പാസ് വിത്ത് ഓണറായി ഭവിക്കട്ടെ. പാസ് വിത്ത് ഓണർ എന്നാൽ മനസ്സിൽ പോലും സങ്കല്പങ്ങളിലൂടെ ശിക്ഷ അനുഭവിക്കരുത്. ധർമ്മരാജൻ്റെ ശിക്ഷകളുടെ കാര്യം പിന്നീടാണ്. എന്നാൽ തൻ്റെ സങ്കല്പങ്ങളുടെയും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും അഥവാ ശിക്ഷകളിൽ നിന്നും അതീതമായിരിക്കുക. ഇത് പാസ് വിത്ത് ഓണർ ആകുന്നവരുടെ അടയാളമാണ്. വാക്ക്, കർമ്മം, സംബന്ധ സമ്പർക്കം എന്നിവയുടെ കാര്യങ്ങൾ സ്ഥൂലമായവയാണ്.
എന്നാൽ സങ്കല്പങ്ങളിൽ പോലും ആശയക്കുഴപ്പം ഉണ്ടാകരുത്. ഇങ്ങനെയുള്ള പ്രതിജ്ഞ ചെയ്യൂ, അപ്പോൾ പാസ് വിത്ത് ഓണർ ആകും. സ്ലോഗൻ: ജ്ഞാനമാകുന്ന നെയ്യും യോഗത്തിൻ്റെ തിരിയും ശരിയാണെങ്കിൽ സന്തോഷത്തിൻ്റെ ദീപം തെളിഞ്ഞിരിക്കും. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. ലോകത്തിലെ ഏത് പ്രകാരത്തിലുള്ള ചഞ്ചലതയും അചഞ്ചലവും ആടാത്തതുമായ സ്ഥിതിയിൽ വിഘ്നം ഇടരുത്. ഇപ്രകാരം വിഘ്നം വിനാശകനും അചഞ്ചലവും ആടാത്തവരുമായി ഓരോ വിഘ്നത്തെയും മറികടക്കൂ. ഇത് വിഘ്നമല്ല, ഒരു കളിയാണ് എന്ന പോലെ പർവ്വതം കടുകുമണി പോലെ അനുഭവപ്പെടണം. കാരണം നോളജ്ഫുള്ളായ ആത്മാക്കൾ മുൻകൂട്ടി തന്നെ അറിയുന്നു ഇതെല്ലാം വരിക തന്നെ വേണം, നടക്കുക തന്നെ വേണം എന്ന്. ഓം ശാന്തി. ഞാൻ ശക്തിശാലി ആത്മാവാണ്. ഐ ആം എ പവർഫുൾ ബീയിങ്. എന്ത് ചിന്തിക്കുന്നുവോ അത് എനിക്ക് ചെയ്യുവാൻ കഴിയും. ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും സത്യമാണ്, ശാന്തമാണ്, സ്ഥിരമാണ്. ഞാൻ പവിത്ര ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും ഓരോ വാക്കും വരദാനിയാണ്. എൻ്റെ ശരീരം നിരോഗിയാണ്. എൻ്റെ ശരീരം സമ്പൂർണ്ണ ആരോഗ്യമുള്ളതാണ്. അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. പവിത്രതയും ശാന്തിയും ശക്തിയും എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും എത്തിച്ചേരുന്നു. എൻ്റെ രോഗപ്രതിരോധ ശക്തി ഏറ്റവും ഉന്നതമാണ്, ഉയർന്നതാണ്. ഞാൻ സുരക്ഷിതമാണ്. എൻ്റെ ബന്ധങ്ങൾ വളരെ പ്രിയതരമാണ്. നാം ഏവരും പരസ്പരം അംഗീകരിക്കുന്നു. നാം ഏവരും ഒന്നാണ്. എൻ്റെ സഫലത സുനിശ്ചിതമാണ്. എനിക്ക് ചുറ്റും പരമാത്മാവിൻ്റെ ശക്തികളുടെ ഒരു ഊർജത്തിൻ്റെ വലയമുണ്ട്. വൈറ്റ് ഗോൾഡൻ ലൈറ്റിൻ്റെ ഒരു വലയം. പരമാത്മാ ശക്തികൾ എൻ്റെ സുരക്ഷാ കവചമാണ്. ഈ ഊർജ വലയത്തിൻ്റെ ഉള്ളിൽ യാതൊന്നിനും പ്രവേശിക്കുവാൻ കഴിയില്ല. ഞാൻ ഈശ്വരൻ്റെ സ്നേഹത്താലും ശക്തികളാലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പരമാത്മാ ശക്തിയുടെ ഊർജവലയം എൻ്റെ കുടുംബത്തിലുള്ളവരുടെ ചുറ്റുമുണ്ട്. എൻ്റെ കുടുംബവും സുരക്ഷിതമാണ്. പരമാത്മാവിൻ്റെ ശക്തികൾ ഈ സൃഷ്ടിയിലെ ഓരോരുത്തരിലും
എത്തിച്ചേരുന്നു. ഗോഡ്സ് പവർ is reaching every soul on this planet. ഓരോ ആത്മാവും ശക്തിശാലിയാണ്, നിർഭയമാണ്, സുരക്ഷിതമാണ്. ഈ മുഴുവൻ സൃഷ്ടിയുടെയും നാനാഭാഗത്തും പരമാത്മാ ശക്തിയുടെ പവിത്രതയുടെ വലയമുണ്ട്. ഈ ലോകം ഭദ്രമാണ്, സുരക്ഷിതമാണ്. ഏതൊരു കാര്യം വന്നു ചേർന്നുവോ ആ കാര്യം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞു. അത് സമാപ്തമായി. ഫിനിഷ്ഡ് ഫോർ എവർ, എന്നേക്കുമായി ഇല്ലാതായി കഴിഞ്ഞു. നമ്മുടെ ലോകം പരമാത്മാവിൻ്റെ ശക്തികളാൽ ഭദ്രമാക്കപ്പെട്ടു കഴിഞ്ഞു, സുരക്ഷിതമാക്കപ്പെട്ടു കഴിഞ്ഞു. ഓം ശാന്തി.